മക്ക മദീന ഹറമുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് മാറ്റിയ തിരുശേഷിപ്പുകളുടെ വലിയ ശേഖരമടങ്ങിയ മ്യൂസിയ കാഴ്ച. ഹായ് ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ടു ടോട്ടൽ ഫോർ യു. ഇന്ന് ഞങ്ങൾ പോകുന്നത് മക്കയിലുള്ളൊരു മ്യൂസിയത്തിലേക്കാണ്, മക്ക മ്യൂസിയത്തിലേക്കാണ്. അവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിന് വല്ലാത്തൊരു കുളിര് അനുഭവപ്പെട്ടു. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ടാണിത് ഞങ്ങൾക്ക് തോന്നിയത്. ശരിക്കും വയനാട് പോകുമ്പോൾ അല്ലെങ്കിൽ നിലമ്പൂർ, ഊട്ടി പോകുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന അതേപോലെ രണ്ട് ഭാഗത്തും തിങ്ങി നിൽക്കുന്ന മരങ്ങൾ. വിശുദ്ധ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയായി ഓൾഡ് മക്ക ജിദ്ദ റോഡ്, അതായത് ഉമ്മുൽ ജൂദ് എന്നറിയപ്പെടുന്ന ഈ റോഡിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചക്കാരുണ്ട്. ബസ്സിലായും അല്ലാതെയൊക്കെ വന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഇവിടെ മലയാളികൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൊതുവെ മലയാളികൾ ഇവിടെ കുറവാണ്. മറ്റ് രാജ്യത്തിലുള്ള ആളുകളും ഒക്കെയാണ് ഇവിടെ കാഴ്ചക്കാരായി വരുന്നത്. വളരെ ആകർഷകമായ രീതിയിൽ ഇവിടെ പച്ച പുല്ലുകൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് സംസം വെള്ളം ലഭിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലെയും മദീനയിലെയും പള്ളികളിലെ പുനർനിർമ്മാണ വേളകളിൽ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം. നിങ്ങളിൽ പലർക്കും ഉപകാരപ്രദമാവുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെയാണ് കാണുന്നത് എങ്കിൽ യൂട്യൂബിൽ പോയതിനു ശേഷം ഷിബിലി എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പൂർണ്ണമായും കിട്ടും. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഉള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം. നമ്മൾ കയറി വരുന്ന ഹാളിൽ തന്നെ ഉള്ള കാഴ്ചയാണ് ഇത്. മക്ക മസ്ജിദിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഡെമോ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന റോഡുകളും ഹറമിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളെല്ലാം ഈ ഒരു ഡെമോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലം അന്നും ഇന്നും എന്നൊരു തലക്കെട്ടിലാണ് ഈ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ മ്യൂസിയത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു ഗോണിപ്പടി കാണുന്നത്. ഹിജ്റ വർഷം 1240 മുതൽ 1824 വരെ കഅബയുടെ വാതിലിന് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന കോണിപ്പടികളാണിത്. ഇത് തേക്കിൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലൂടെയായിരുന്നു അന്നത്തെ കാലത്ത് കഅബയുടെ ഉള്ളിലേക്ക് കയറിയിരുന്നത്. ഖുർആനിലെ ഓരോ വചനങ്ങളും അധ്യായങ്ങളും ഒക്കെ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി കഅബയുടെ പുനരുദ്ധാരണ വേളയിൽ കല്ലുകൾ അടുക്കി പെറുക്കി വെക്കാൻ കയറി നിന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാൽപാദത്തിന്റെ അടയാളം പതിഞ്ഞ കല്ല് മസ്ജിദുൽ ഹറമിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പഴയ കാല ആവരണമാണ് നമ്മൾ ഈ കാണുന്നത്. മഖാമ ഇബ്രാഹിം എന്നാണ് അതിന്റെ പേര്. ഇതെന്താണെന്നറിയോ? ഇതാണ് മക്കത്തെ പള്ളിയിലെ തൂണിലുണ്ടായിരുന്ന മുനാര. ഇതിന്റെ ചിത്രമാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോഴത്തെ മുനാരത്തിന്റെ ചിത്രമാണ്.
നമ്മൾ ഹറമിലേക്ക് കയറി ചെല്ലുന്ന വാതിലിൻ്റെ മുകളിലുള്ള മാർബിൾ ആർച്ചാണ് ഈ കാണുന്നത്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലത്ത് നീക്കം ചെയ്തിട്ടുള്ള കഅബയുടെ ചെമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പഴയ വാതിലാണിത്. ഹിജ്റ 852 മംലൂക്ക് സുൽത്താൻമാരുടെ പേര് കൊത്തിയിട്ടുള്ള ഹറമിലെ സ്ലാബുകളാണ് ഇത്. നിരവധി തീർത്ഥാടകരുടെ പ്രാർത്ഥനയ്ക്ക് മൂക സാക്ഷിയായിട്ടുള്ള ഈ കിസ്വ ഉണ്ടല്ലോ, കഅബയുടെ മേൽ പുതപ്പിച്ചിരിക്കുന്ന ആ പുതപ്പ്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ കിസ്വ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു നെയ്ത്ത് ഉപകരണമാണിത്. ഹജറുൽ അസ്വദ്, സ്വർഗീയ കല്ല്, നമ്മൾ വിശ്വാസികളുടെ പാപക്കറയേറ്റ് കറുത്തു പോയ ആ കല്ലിൻ്റെ ആവരണമാണ് നമ്മൾ ഈ കാണുന്നത്. വിശുദ്ധ കഅബയുടെ മുമ്പത്തെ സ്വർണ്ണ പാത്തിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന കഅബയുടെ വാതിലും അതിൻ്റെ കർട്ടനും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കഅബാലയത്തിൻ്റെ പൂട്ടും താക്കോലുമാണ് ഈ കാണുന്നത്. ഹിജ്റ 65-ാം നൂറ്റാണ്ടിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള വിശുദ്ധ കഅബയുടെ അകത്തുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തൂണാണ് ഈ കാണുന്നത്. ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഈ ഖുർആനാണ്. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് അദ്ദേഹം എഴുതിയ ഖുർആനാണ്. ഈ ഒരു ഭാഗത്ത് അന്നത്തെ നാണയങ്ങളും അതുപോലെ ലോഹപാത്രങ്ങളും തോൽപാത്രങ്ങളൊക്കെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സംസം കിണറിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ചിത്രരൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ഹജറ ബീവി സഫ മർവ മലനിരകൾക്കിടയിലൂടെ ഓടുന്നതും ഇസ്മായിൽ നബി ദാഹിച്ചു അലഞ്ഞ് കരയുന്നതും ഇസ്മായിൽ നബി പൊട്ടിക്കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളമുറവ പൊട്ടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലൂടെ ഓടിപ്പോകും. സംസം കിണറിൻ്റെ ആൾമറയും വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന കപ്പിയും കയറുമാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം മദീന പള്ളിയിലേതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ മക്ക ഹറം ഷരീഫിൻ്റെ ഡെമോ കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ മസ്ജിദ് നബവിയുടെ ഡെമോയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണുന്ന മദീന ഹറമിലെ ജനാലയാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കാണുന്നത്. ഹിജ്റ 998 സുൽത്താൻ മുറാദ് മൂന്നാമൻ്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചിട്ടുള്ള മസ്ജിദ് നബവിയുടെ ഒരു വാതിലാണ് ഈ കാണുന്നത്. മക്കയിലെയും മദീനയിലെയും ഹറമുകളുടെ ചരിത്രത്തിൻ്റെ സുന്ദരമായൊരു നേർക്കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്നിട്ട് കാണണം. നമുക്ക് നമ്മുടെ മനസ്സിന് അത്രയും സന്തോഷകരമായ നിമിഷങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് ലഭിക്കും. പ്ലേസിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്.
ഇതേപോലെയുള്ള ജിദ്ദയിലെ മക്കയിലെയൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഈ ചാനലിലൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് അടിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ടോട്ടൽ ഫോർ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം.